in-house expert Pradeep Chandrasekharan sir ചേരുകയാണ്. Good morning sir and welcome to the show. Morning Anla, morning viewers. Yes, sir നമുക്ക് ആദ്യം തന്നെ യു എസ് വിപണിയിലേക്ക് പോയി നോക്കാം. യു എസ് വിപണിയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഒരു പോസിറ്റീവ് ടോണിൽ അവസാനിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വീക്കിലി ബേസിസ് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട സൂചികകളിലൊക്കെ 1% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ സൂചികകളെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? വെള്ളിയാഴ്ചത്തെ ട്രേഡിൽ നമുക്ക് വീണ്ടും ഡൗ ജോൺസ് ഇൻഡെക്സ് ഒരു പുതിയ ഓൾ ടൈം ഹൈ ആയിരുന്നു നൽകിയത്. നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിരുന്ന ടാർഗറ്റ് 45,000 പോയിന്റ് വരെ എത്തിയിട്ടുണ്ട് ഡൗ ജോൺസ് ഇൻഡെക്സ്. ആൻഡ് ഇനി പ്രധാനമായിട്ട് ഡൗ ജോൺസ് ഇൻഡെക്സിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ടാർഗറ്റ് 45,500 പോയിന്റ്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 44,700 പോയിന്റ് ആയിരിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും നല്ലൊരു തിരിച്ചുവരവായിരുന്നു വെള്ളിയാഴ്ച കാണാൻ സാധിച്ചത്. സോ നാസ്ഡാക്ക് ഇൻഡെക്സ് 25,000 എന്ന റെസിസ്റ്റൻസിന്റെ തൊട്ട് താഴെയായിരുന്നു ക്ലോസ് ചെയ്തത്. ഈ ആഴ്ചത്തെ ട്രേഡിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. യെസ്, അതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് എത്തുകയാണ്. കമ്മോഡിറ്റി മാർക്കറ്റിൽ പ്രത്യേകിച്ചും ക്രൂഡിനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ചൈനയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയൊക്കെ 5 മന്ത് ഹൈയിലേക്ക് ഉയരുന്നൊരു സാഹചര്യം, അത്തരത്തിലുള്ള അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടർ എന്ന നിലയിൽ ക്രൂഡിന്റെ വിപണിയെ ഏറ്റവും അധികം സഹായിക്കുന്ന ഡേറ്റകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ ഒരു മുന്നേറ്റം നമുക്ക് ഇന്നിപ്പോൾ ക്രൂഡിൽ കാണാനും സാധിക്കുന്നുണ്ട്. WTI ക്രൂഡ് 0.5% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. ബ്രെൻഡിന്റെ ഫ്യൂച്ചേഴ്സിൽ എത്തുകയാണെങ്കിലും 0.5% നേട്ടം തന്നെയാണ് രേഖപ്പെടുത്തിയത്. ക്രൂഡിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, ക്രൂഡിന്റെ കേസിൽ ട്രെൻഡ് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ബെയറിഷായി തന്നെ തുടരുന്നു. WTI ക്രൂഡിന്റെ കേസ് എടുക്കുമ്പോഴേക്കും വളരെ വളരെ സ്ട്രോങ് ആയിട്ടൊരു സബ് റെസിസ്റ്റൻസ് $72 ലെവലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ക്രൂഡിന്റെ കേസിൽ കാണാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് $66 ആയിരിക്കണം. യെസ്, ഒപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു വീക്കിന്റെ ആദ്യം അത്ര നല്ലതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഗോൾഡിന്റെ ഫ്യൂച്ചേഴ്സിലേക്ക് നോക്കുമ്പോൾ 1.25% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. $2,647.36 എന്നൊരു നിലയിലാണ് ഗോൾഡിന്റെ ഫ്യൂച്ചേഴ്സിൽ ട്രേഡിംഗ് നടക്കുന്നത്. ഗോൾഡിൽ ഇനി താങ്കൾ ഫോക്കസിൽ വെക്കുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് ട്രെൻഡ് സൈഡ് വേസ് ടു ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്വർണത്തിന്റെ കേസിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച, ബുധനാഴ്ച, അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും നമുക്ക് ഷോർട്ട് കവറിങ് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് നമുക്ക് സ്വർണത്തിന്റെ കേസിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ $2,695 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ $2,590 ലെവലിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. യെസ്, അതിനോടൊപ്പം ആഭ്യന്തര വിപണിയിലേക്ക് കൂടി വരികയാണ്. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞൊരു വീക്കിലി ബേസിസ് പരിശോധിക്കുമ്പോഴേക്കും 0.9% ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് നിഫ്റ്റി 50ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. വ്യാഴാഴ്ചത്തെ ആ ഒരു ഇടിവിൽ നിന്നൊക്കെ റിക്കവറായി 200-ലധികം പോയിന്റ്സിന് ഒരു അപ്സൈഡ് മൂവ്മെന്റ് രേഖപ്പെടുത്തിക്കൊണ്ട് 24,131.1 എന്ന നിലയിലാണ് നിഫ്റ്റി 50 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50യിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി തന്നെ തുടരുന്നു. ബട്ട് നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് റിവേഴ്സലിന് നമുക്കൊരു കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിൽ നിഫ്റ്റി 50 24,600 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രം നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 23,700 പോയിന്റും ആയിരിക്കും. യെസ്, ഒപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് നിഫ്റ്റിനെ അപേക്ഷിച്ചിട്ട് വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിൽ അത്ര ഒരു മികച്ച പ്രകടനം നടത്താൻ നിഫ്റ്റി ബാങ്ക് സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലാണ് നിഫ്റ്റി ബാങ്ക് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് 52,055.6 എന്ന നിലയിൽ. നിഫ്റ്റി ബാങ്കിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ആക്ച്വലി നിഫ്റ്റി 50 അപേക്ഷിച്ച് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഓൾറെഡി ഫോം ചെയ്തു കഴിഞ്ഞു. ആൻഡ് എനിക്ക് തോന്നുന്നത് ഈ ആഴ്ച നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കൺഫർമേഷൻ ലഭിക്കുമെന്ന്.
നമ്മൾ 2 മേജർ റെസിസ്റ്റൻസസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആദ്യത്തെ 52,200 പോയിന്റ്, അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 52,500 പോയിന്റ്. 52,500 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് നമുക്ക് 53,000 പോയിന്റും അതിനുശേഷം 53,700 പോയിന്റും ആയിരിക്കും. ആൻഡ് നമ്മളിപ്പോൾ നിഫ്റ്റി ഹെവി വെയ്റ്റ്സ് നോക്കുമ്പോഴേക്കും HDFC ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുതലായ പല ഹെവി വെയ്റ്റ് സ്റ്റോക്സിലും നമുക്കൊരു നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ബാങ്കിങ് സ്റ്റോക്സിൽ അറ്റൻഷൻ കൊടുക്കേണ്ടിയിരിക്കുന്നു. യെസ്, അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഡിസംബർ 2, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഓട്ടോ സെയിൽസ് കണക്കുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ നമ്പേഴ്സിനോടൊക്കെ ഇന്ന് വിപണി റിയാക്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഓട്ടോ മേഖലയിൽ നിന്നും ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ നമ്പേഴ്സ് പരിശോധിക്കുമ്പോൾ മാർജിനൽ റൈസ് ആണ്, വളരെ മാർജിനലായിട്ട് റൈസ് ആണ് ടോട്ടൽ സെയിൽസിൽ കമ്പനിക്ക് കഴിഞ്ഞ നവംബറിൽ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഓഹരിയുടെ ഒരു ചാർട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ സെപ്റ്റംബർ 11 ശേഷം ആ ഒരു ഗ്യാപ് ഡൗണിന് ശേഷം തുടർച്ചയായിട്ട് ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ഓഹരി കൂടിയായിട്ടാണ് ടാറ്റ മോട്ടോഴ്സിനെ കാണാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ പ്രത്യേകിച്ചും അവസാനത്തെ ആ ഒരു മിനിറ്റിൽ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നതായിട്ട് കാണാം. അതിനെ തുടർന്ന് 0.9% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിലുള്ള ട്രെൻഡിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഞാനൊരു ട്രെൻഡ് റിവേഴ്സൽ ടാറ്റ മോട്ടോഴ്സിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് 775 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മളൊരു അഗൻസ്റ്റ് ദ ട്രെൻഡ് നമ്മളൊരു ലോങ് പൊസിഷൻ എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 774 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 800, അതിനുശേഷം 815, 830, അതിന് ശേഷം 850 രൂപ. 850 റുപ്പീസിന്റെ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. യെസ്, ഒപ്പം അശോക് ലേലാൻഡിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. അശോക് ലേലാൻഡിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ആഗോള തലത്തിൽ അവരുടെ ജിയോഗ്രാഫിക്കലി കൂടുതൽ എക്സ്പാൻഷൻ നടത്താനുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കി വരികയാണ്. ഹിന്ദുജ ടെക് ആഗോള തലത്തിലുള്ള കമ്പനീൻ്റെ കംപ്ലീറ്റ് അക്വിസിഷൻ ഏറ്റെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്നടക്കമുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു വേളയിൽ വരുന്നുണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ ഓഹരിയുടെ പെർഫോമൻസ് വിലയിരുത്തുകയാണ് എന്നുണ്ടെങ്കിലും നവംബർ 25 ലാസ്റ്റ് വീക്കിൽ ആ ഒരു മൺഡേ നേരിയ തോതിലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്തിയതിന് ശേഷം പിന്നീട് ത്രൂ ഔട്ട് ദ ഡേ ത്രൂ ഔട്ട് ദ വീക്ക് ഒരു കൺസോൾട്ടേഷൻ മോഡിലായിരുന്നു ഈ ഒരു ഓഹരി എന്ന് കാണാൻ സാധിക്കുന്നു. ഒരു സൈഡ് വേസ് പാറ്റേൺ ആയിരുന്നു നിലനിൽക്കുന്നത്. അശോക് ലെയ്ലാൻഡ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അശോക് ലെയ്ലാൻഡിന്റെ കേസിൽ നമുക്ക് നവംബർ 4 ആയിരുന്നു അതിന്റെ ഒരു മേജർ ബോട്ടം കാണാൻ സാധിക്കുന്നത്. 202 രൂപയിലായിരുന്നു. അതിനുശേഷം ഗ്രാജുവലായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ ഒരു മാസത്തെ ആ ഒരു നേട്ടം നോക്കുമ്പോഴേക്കും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലും കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ അശോക് ലെയ്ലാൻഡിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരവും ലഭിക്കുന്നുണ്ട്. സോ നമ്മൾ അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില റെസിസ്റ്റൻസ് ലെവൽസ് ആദ്യത്തെ 230, 240, 250, അതിനുശേഷം 260 രൂപ. യെസ്, അതിനോടൊപ്പം തന്നെ ഹാവൽസ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഹാവൽസിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം 0.25% ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ത്രൂ ഔട്ട് ദ വീക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കൺസോൾട്ടേറ്റഡ് മോഡലിൽ സൈഡ് വേസ് പാറ്റേൺ ആണ് പ്രധാനമായിട്ടും കാണാൻ സാധിച്ചിരിക്കുന്നത്. ഹാവൽസ് ഇന്ത്യയിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഹാവൽസിന്റെ കേസിൽ ഒരു മേജർ ടോപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്ന 2106 രൂപയിൽ സെപ്റ്റംബർ 23 നൽകിയത്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഒരു ഹെവി പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. ബട്ട് കഴിഞ്ഞ 2-3 ആഴ്ചകളിലുള്ള റിക്കവറി പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 1745 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബൈയിങ് അവസരം ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് 1684 രൂപ.
ആൻഡ് ഇത് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1770, 1800, 1830. യെസ്, അതിനോടൊപ്പം തന്നെ ഐഡിയയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ഐഡിയയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരു വീക്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചില അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അതിനെ തുടർന്ന് ഒരു നവംബർ 27-ാം തീയതി 28-ാം തീയതി 10% ഒരു മൂവ്മെന്റ് രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് അങ്ങോട്ടേക്ക് ആ ഒരു നേട്ടം അല്ലെങ്കിൽ ആ ഒരു ഹൈ ലെവൽസിൽ കൺസോൾഡേറ്റ് ചെയ്യുന്ന ഓഹരിനെയാണ് കാണാൻ സാധിക്കുന്നത്. വോഡാഫോൺ ഐഡിയയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വോഡഫോൺ ഒരു ഹൈലി സ്പെക്യുലേറ്റീവ് സ്റ്റോക്ക്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് ഒട്ടും മികച്ചതല്ല. ആൻഡ് ഇതിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി സ്പെക്യുലേറ്റീവ് ട്രേഡിംഗ് കാണാറുമുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിന്റെ കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് പോസിബിലിറ്റി കാണുന്നുണ്ട്. സോ നമ്മൾ പ്യുവർ ട്രേഡർ, പ്യുവർ സ്പെക്യുലേഷന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 8.75 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 9.60 രൂപ, അതിനുശേഷം 10.25 രൂപ ആയിരിക്കും. യെസ്, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് അനിൽകുമാർ എന്ന പ്രേക്ഷകൻ IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. IDFC ഫസ്റ്റ് ബാങ്ക് കഴിഞ്ഞ ദിവസം 0.28% ഇടിവിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. IDFC ഫസ്റ്റ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് അറ്റ് ദിസ് മൊമെന്റ് ഇതിന്റെ ഒരു ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് 69 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ കാണാൻ പോകുന്നുള്ളൂ. യെസ്, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ആസ്റ്റർ DMുമായി ബന്ധപ്പെട്ടുള്ള ചില ഒരു ക്വറിയാണ് ചോദിച്ചിരിക്കുന്നത്. ആസ്റ്റർ DMനെ സംബന്ധിച്ച് ചില അപ്ഡേറ്റ്സ് ഒക്കെ പുറത്തു വന്നിരിക്കുന്നത് അവരുടെ ചില അമാൽഗമേഷൻ പദ്ധതികൾക്കൊക്കെ അംഗീകാരം നേടിയിരിക്കുന്നു, അതെല്ലാം യാഥാർത്ഥ്യവൽക്കരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഓഹരിയുടെ പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിലും 2%-ലധികം നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആസ്റ്റർ DM കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആസ്റ്റർ DMിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ആസ്റ്ററിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. വെള്ളിയാഴ്ചത്തെ ട്രേഡിൽ ഈ സ്റ്റോക്ക് നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയിരുന്നു. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിലെ വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസും ചെയ്യുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 485 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്നിലധികം പ്രേക്ഷകർ വിവിധ ഡിഫൻസ് ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിലാദ്യമായിട്ട് ഭാരത് ഡൈനാമിക്സുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1.5%-ലധികം ഇടിവിലായിരുന്നു ഭാരത് ഡൈനാമിക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഭാരത് ഡൈനാമിക്സിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? BDL ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് പേഴ്സണലി ഒരു ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിലുണ്ട്. ബട്ട് ഈ സ്റ്റോക്കിന്റെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ബട്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടിരിക്കുന്ന ആ നേട്ടത്തിനെ തുടർന്ന് ഈ ആഴ്ച അറ്റ്ലീസ്റ്റ് ആദ്യത്തെ 2-3 സെഷൻസിൽ നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 1050 മുതൽ 1065 വരെ. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഷോർട്ട് ടേം ട്രേഡിംഗ് അവസരം ലഭിക്കുന്നതായിരിക്കും. സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ ഈ സ്റ്റോക്ക് 1220 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. യെസ്, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ BELുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. BEL കഴിഞ്ഞ ദിവസം 0.74% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. BELിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? BELന്റെ കേസിൽ നമുക്ക് ഓൾറെഡി ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് പുതിയൊരു ലോങ് പൊസിഷൻ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് മാത്രമേ അഡ്വൈസ് ചെയ്യുന്നുള്ളൂ. ഈ സ്റ്റോക്കിൽ നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 325, അതിനുശേഷം 340. യെസ്, ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദാനി ഗ്രീൻ എനർജിയിലും ഒപ്പം തന്നെ അദാനി എനർജിയിലും ഒക്കെ വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് രേഖപ്പെടുത്തിയിരുന്നു. F&O സെഗ്മെന്റിലേക്ക് അദാനി ഓഹരികൾ എത്തുന്നു എന്നടക്കമുള്ള ഡീറ്റെയിൽസ്, വീണ്ടും എത്തുന്നു എന്നടക്കമുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അദാനി ഗ്രൂപ്പിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഏതെങ്കിലും അദാനി ഓഹരികൾ താങ്കളുടെ ഫോക്കസിൽ ഈ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ടോ?
അഡാനി ഗ്രൂപ്പിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ എല്ലാ അഡാനി സ്റ്റോക്സിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. അഡാനി എന്റർപ്രൈസസിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അഡാനി എന്റർപ്രൈസസിന് 2600 മുതൽ 2800 ഇടയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. അഡാനി എനർജി സൊല്യൂഷന്റെ കേസിൽ 960 മുതൽ 1045 വരെ മേജർ റെസിസ്റ്റൻസ്, അതും എഗെയിൻ എനിക്ക് തോന്നുന്നില്ല എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. അഡാനി വിൽമറിന്റെ കേസിൽ മേജർ റെസിസ്റ്റൻസ് 330 മുതൽ 355 വരെ. അതുപോലെ തന്നെ അഡാനി പോർട്ട് എടുക്കുമ്പോഴേക്കും അഡാനി പോർട്സിന്റെ കേസിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് കാണുന്നത് 1260 മുതൽ 1420 വരെ. അഡാനി ഗ്രീനിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അഡാനി ഗ്രീനിൽ കാണുന്ന റെസിസ്റ്റൻസ് 1480 മുതൽ 1640 വരെ. മധു എന്ന പ്രേക്ഷകൻ ബജാജ് ഫിൻസർവുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബജാജ് ഫിൻസർവിലുള്ള തങ്ങളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ബജാജ് ഫിൻസർവിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 1550 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിലെ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണുമെങ്കിൽ 1680 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഒരു പ്രേക്ഷകൻ നാറ്റ്കോ ഫാർമയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. റഷീദ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. നാറ്റ്കോ ഫാർമ വെള്ളിയാഴ്ച 2.5% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാറ്റ്കോ ഫാർമയിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് ടൈം വ്യൂ എന്താണ്? നാറ്റ്കോ ഫാർമയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കിലും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1400 മുകളിൽ ഈ സ്റ്റോക്കിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 1480 അതിനെ തുടർന്ന് 1560 ആയിരിക്കും. കിരൺ എന്ന പ്രേക്ഷകൻ ശോഭ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1.22% നേട്ടത്തിലായിരുന്നു ശോഭ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയുള്ള താങ്കളൊരു ഓവറോൾ വ്യൂ എന്താണ്? ഡെവലപ്പേഴ്സിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 1800 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ബട്ട് ശോഭയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്ന 2 മേജർ റിയാലിറ്റി സ്റ്റോക്സ്. ആദ്യത്തത് DLFന്റെ കേസ്. DLFന്റെ കേസിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് ഞാൻ ഈ DLFന്റെ കേസിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 റെസിസ്റ്റൻസ് ലെവൽ DLFന്റെ കേസിൽ ആദ്യത്തെ 830, അതിനുശേഷം 850. 850 മുകളിൽ ഈ സ്റ്റോക്കിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മേജറായിട്ട് 2 ടാർഗറ്റ്സ് ഈ സ്റ്റോക്കിൽ ശ്രദ്ധിക്കേണ്ടത് 900 and 925. പിന്നീടുള്ള ഒരു മേജർ റിയാലിറ്റി സ്റ്റോക്ക് എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നു. ഇറ്റ് ഈസ് ഗോദ്രേജ് പ്രോപ്പർട്ടി. ഗോദ്രേജ് പ്രോപ്പർട്ടിയുടെ കേസിലും ഞാനൊരു ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടിയുടെ കേസിൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് 2870, 2770 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 3000, 3100, 3200 ആയിരിക്കും. അപ്പം ഫെബിൻ എന്ന പ്രേക്ഷകൻ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ കഴിഞ്ഞ 5 ദിവസത്തിൽ നമുക്ക് തുടർച്ചയായിട്ടൊരു അപ്പർ സർക്യൂട്ട് ബ്രേക്കർ ആയിരുന്നു കാണാൻ സാധിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 20-25% നേട്ടമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. നാച്ചുറലി ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്കിൽ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 1760 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാം.
യെസ്, ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ എഞ്ചിനീയേഴ്സ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1.25% നേട്ടത്തിലായിരുന്നു എഞ്ചിനീയേഴ്സ് ഇന്ത്യ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരിയുടെ ട്രെൻഡിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ. ആൻഡ് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുടെ കേസിൽ ഒക്ടോബർ അവസാനത്തിന് ശേഷം നമുക്ക് നല്ല കൺസോൾട്ടേഷൻ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിലും ഞാനൊരു ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 204 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് 210, 218, 225, 230. യെസ്, ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ അപാർ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ജിബിൻ തരകൻ എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വീക്കിൽ ഏകദേശം 5 ട്രേഡിംഗ് സെഷൻസിലും പോസിറ്റീവ് ആയിട്ടായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപാർ ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അപ്പാറിന്റെ കേസിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് നമുക്ക് ഓൾറെഡി ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾറെഡി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത 3 റെസിസ്റ്റൻസ് ആദ്യത്തെ 10,400, 10,700, 11,100. ഷഹിൻ ഷാ എന്ന പ്രേക്ഷകൻ ഒലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒല കഴിഞ്ഞ ദിവസം 6% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ട്രെൻഡ് അനാലിസിസ് എങ്ങനെയാണ്? ഇവിടെ കേസിൽ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച നല്ലൊരു റിക്കവറി ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് വെള്ളിയാഴ്ചത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു. സോ ഈ ആഴ്ച തുടക്കത്തിലും ഒരുപക്ഷെ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 80 രൂപ. 80 രൂപയുടെ സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് വീണ്ടും ഒരു ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. തോമസ് എന്ന പ്രേക്ഷകൻ ബജാജ് ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ബജാജ് ഫിനാൻസ് കഴിഞ്ഞ ദിവസം 1% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബജാജ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നമ്മൾ അല്പം മുൻപ് ബജാജ് ഫിനാൻഷ്യൽ സർവീസസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സിമിലർ പാറ്റേൺ നമുക്ക് ബജാജ് ഫിനാൻസിലും കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കറന്റ് ലെവൽസിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 6,400 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 7,000 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. കണ്ണൻ എന്ന പ്രേക്ഷകൻ IREDAയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. IREDAയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? IREDAയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 215. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 240 രൂപയിലാണ് കാണുന്നത്. വിഷ്ണു എന്ന പ്രേക്ഷകൻ 63 മൂൺസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്തിക്കൊണ്ട് 5% അപ്പർ സർക്യൂട്ടിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 63 മൂൺസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ 63 മൂൺസിന്റെ കേസിൽ ഇതിന് ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. ഈ സ്റ്റോക്കിൽ ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് നമുക്ക് കഴിഞ്ഞ 3-4 വർഷത്തിനിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹൈലി വോളറ്റൈൽ ഒരു സ്റ്റോക്കാണ് 63 മൂൺസ്. സോ 63 മൂൺസിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് 685 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്ക് ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. ബട്ട് കറന്റ് ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ട്രെൻഡ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ കൂടി ചോദിച്ചിട്ടുണ്ട്. ട്രെൻഡ് ഓഹരികളെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? സോ ട്രെൻഡിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായി തുടരുന്നു. സ്റ്റോക്കിൽ നമുക്ക് അറ്റ് ദ മൊമെന്റ് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 6,100 രൂപയിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ 7,250 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്.